സ്വർണ്ണവിലയിൽ വീണ്ടും റെക്കോർഡ് മുന്നേറ്റം. പവന് 680 രൂപ വർദ്ധിച്ച് 50,880 രൂപയായി. ഗ്രാമിന് 6,360 രൂപയിലാണ് വ്യാപാരം. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, സ്വർണ്ണവിലയിൽ വീണ്ടും റെക്കോർഡ് മാറ്റം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. 680 രൂപ വർദ്ധിച്ച് 50,880 രൂപയിലേക്ക് എത്തിയിരിക്കുന്നു. ഒരാഴ്ചക്കിടെ വലിയ വർധനവ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. 50,400 രൂപയിൽ നിന്നാണ് പെട്ടെന്ന് തന്നെ 50,880 രൂപയിൽ എത്തിയിരിക്കുന്നത്. എന്താണ് ഇത്തരത്തിൽ സ്വർണത്തിന് വില കൂടാൻ കാരണം? വൃന്ദ, 1,00,000 പിന്നിട്ടിട്ടും സ്വർണ്ണവിലയിൽ കുതിപ്പ് തുടരുകയാണ്. 680 രൂപയുടെ വർധനവാണ് ഒരു പവൻ സ്വർണ്ണത്തിന് രേഖപ്പെടുത്തിയത്. 50,880 രൂപയാണ് ഒരു പവൻ സ്വർണ്ണത്തിന് ഇന്നത്തെ വില. ഗ്രാമിന് 85 രൂപയുടെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. 6,360 രൂപയിലാണ് 1 ഗ്രാം സ്വർണ്ണത്തിന് ഇന്ന് വ്യാപാരം നടക്കുന്നത്. വലിയൊരു വർധനവ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെയുണ്ട്. ഇടയിൽ നേരിയൊരു ഇടിവുണ്ടായെങ്കിൽ പോലും വീണ്ടും വില കൂടുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഒരു പവൻ സ്വർണ്ണത്തിന് വില ആദ്യമായിട്ട് 50,000 കടന്നത്. അതിനുശേഷം ഇടയിൽ ഒരു നേരിയൊരു ഇടിവുണ്ടായിരുന്നു. പിന്നീട് വീണ്ടും വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്തായാലും ഇന്ന് 6,360 രൂപയിലാണ് 1 ഗ്രാം സ്വർണത്തിന് വ്യാപാരം നടക്കുന്നത്. 85 രൂപ ഗ്രാമിനും പവന് 680 രൂപ വർദ്ധിച്ച് 50,880 രൂപയിലുമാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. എന്തായാലും ഇതിൽ സാമ്പത്തിക വിദഗ്ധർ പറയുന്ന ഒരു കാര്യം, ഡോളറിന് വിനിമയ നിരക്കിലുണ്ടായ ഒരു വ്യത്യാസമാണ് രാജ്യാന്തര മാർക്കറ്റിൽ പ്രതിഫലിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ സ്വർണത്തിന്റെ വില വലിയ രീതിയിൽ വർദ്ധിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ ആളുകൾ ഈ സ്വർണ്ണ നിക്ഷേപത്തിൽ അടക്കമുണ്ടെങ്കിൽ പോലും അത് വിലയിൽ പ്രതിഫലിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നും മനസ്സിലാക്കുന്നത്. എന്തായാലും അന്താരാഷ്ട്ര സ്വർണ്ണവില ഫെബ്രുവരി 13-ന് $1,981 ആയിരുന്നു. 1.5 മാസത്തിനിടെ $280 ഈ സ്വർണ്ണവിലയിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ അത് വർദ്ധിച്ചത്. എന്തായാലും ഇപ്പോൾ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ അബ്ദുൽ നസാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അബ്ദുൽ നസാർ, ഇപ്പോൾ ഗോൾഡ് റേറ്റ് വലിയ റെക്കോർഡ് മുന്നേറ്റം തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 50,880 രൂപയിലേക്ക് സ്വർണ്ണവില കൂടിയിരിക്കുന്നു. എന്താണ് ഇത്തരത്തിലൊരു വില കൂടാനുള്ള ഒരു കാരണം? സ്വർണ്ണവില ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ സ്വർണ്ണവില $1,981 ആയിരുന്നു ഫെബ്രുവരി 13-ന്. $280 വ്യത്യാസമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് മാർക്കറ്റിൽ. ഇത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സ്വർണ്ണവില വർദ്ധിച്ചപ്പോൾ പോലും അന്താരാഷ്ട്ര വില $250 കൂടുതൽ വർദ്ധിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് പ്രവചനാതീതമായി മുന്നോട്ട് നീങ്ങുകയാണ്. സ്വർണ്ണവില $280 കടന്ന് വില വർദ്ധിച്ചിരിക്കുന്നു കഴിഞ്ഞ 1.5 മാസത്തിനിടെ. $6,300 കടക്കുമോ, $2,300 കടക്കുമോ എന്ന് അന്താരാഷ്ട്ര വിപണി തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്തായിരുന്നാലും സ്വർണ്ണവില ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വില മുന്നോട്ട് തന്നെയാണ് എന്നുള്ളതാണ്. ഇന്നലെ അമേരിക്കൻ ഫെഡറൽ റിസർവിന്റെ ജെറോം പവലിന്റെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം സ്വർണത്തിന് വില നെഗറ്റീവായിരുന്നു. എങ്കിൽ പോലും അതിനെല്ലാം അവഗണിച്ചുകൊണ്ടാണ് സ്വർണ്ണവില മുന്നോട്ട് നീങ്ങുന്നത്. ഈ വില മുന്നോട്ട് പറഞ്ഞോ അബ്ദുൽ നാസർ, ഇത്തരത്തിൽ സ്വർണ്ണവില ഉയരുമ്പോൾ വ്യാപാരികളുടെ എങ്ങനെയാണ് ഉപഭോക്താക്കൾ ഈ സ്വർണം വാങ്ങുന്നതിലേക്ക് എത്തുന്നുണ്ടോ, അല്ലെങ്കിൽ വ്യാപാരികളുടെ കച്ചവടം എങ്ങനെയാണ് പുരോഗമിക്കുന്നുണ്ടോ? കേരള വിപണിയെയും മലയാളികളെ സംബന്ധിച്ചിടത്തോളം മഞ്ഞലോഹത്തോടുള്ള ഭ്രമം അവസാനിക്കുന്നില്ല. അതൊരു വാങ്ങൽ പവറിൽ ചെറിയൊരു തോതിലൊരു ശക്തിയിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും സ്വർണ്ണ വാങ്ങുന്നത് തുടരുക തന്നെയാണ്. 25 പവൻ, 50 പവൻ, 100 പവനൊക്കെ സ്വർണം വധുവിന് വിവാഹ സമ്മാനമായി നൽകുന്നവർ അതിൽ വിലക്കയറ്റത്തിന്റെ തോതനുസരിച്ച് ഒരു 5 പവൻ 10 പവൻ കുറയ്ക്കുന്നു എന്നുള്ളതല്ലാതെ ആ വാങ്ങൽ ശക്തിക്ക് കുറവ് വന്നിട്ടില്ല. ഇനിയിപ്പോൾ നമ്മുടെ ഈസ്റ്റർ കഴിഞ്ഞു, പെരുന്നാൾ വരുന്നു, വിഷു വരുന്നു, വിവാഹ സീസണിന്റെ കാലം തന്നെ വരികയാണ്. സ്വർണ്ണവില കുതിക്കുമ്പോൾ തന്നെ ഈ 2-3 മാസത്തിന് മുമ്പേ തന്നെ സ്വർണ്ണവില അധികരിക്കുമെന്നുള്ള ഒരു വാർത്ത വരുമ്പോൾ തന്നെ അവരൊക്കെ മിക്കവാറും സ്വർണ്ണ കടകളിലെല്ലാം അവർ ബുക്കിംഗ് എടുത്തിട്ടുണ്ട്. അപ്പൊ സാധാരണഗതിയിൽ ഉപഭോക്താക്കൾക്ക് യാതൊരു നഷ്ടവും വരാനുള്ള സാധ്യതകൾ കാണുന്നില്ല. സ്വർണ്ണ വ്യാപാരികൾക്കാണ് അതിനകത്ത് വില വർദ്ധിക്കുമ്പോഴുണ്ടാകുന്ന ഒരു നഷ്ടം വരുന്നത്.
ബുക്ക് ചെയ്യുമ്പോൾ അന്നത്തെ വിലയോ അല്ലെങ്കിൽ കുറയുമ്പോഴുള്ള വിലയോ ആണ് നമുക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ കേരളത്തിലെ സ്വർണ്ണ വ്യാപാര മേഖല. അത് ഇപ്പം വ്യാപാരികൾക്ക് ഒരു നഷ്ടം വരികയും ഉപഭോക്താക്കൾക്ക് ഈ വിലക്കയറ്റം വലിയ തോതിൽ ബാധിക്കുന്നില്ല എന്നുള്ളത് തന്നെ പറയാം. കാര്യം നേരത്തെ ബുക്ക് ചെയ്തവർക്ക്, പുതുതായിട്ട് ബുക്ക് വാങ്ങിക്കുന്നവർക്ക് മാത്രമാണ് വിലവർദ്ധനവ് ഒരു ബർഡനായി തുടരുന്നത്. നന്ദി അബ്ദുൽ നാസർ. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഉണ്ണികൃഷ്ണൻ തുടരുകയാണ്. ഉണ്ണി, സ്വർണ്ണവിലയിൽ വർധനവ് ഉണ്ടായിക്കൊണ്ടിരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. സ്വർണത്തിന് വില കുറയാനുള്ള സാധ്യത കാണുന്നുണ്ടോ? വൃന്ദ, അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഈ വിലയിൽ ഒരു വർധനവ് തന്നെയാണ് ഇനിയും ഉണ്ടാകാനുള്ള സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ രീതിയിൽ പോവുകയാണെങ്കിൽ വില ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യതയാണ് കണ്ടുവരുന്നത്. എന്തായാലും ഈ വില 50,000 കടന്നിട്ടും പൊന്നിന്റെ വില ഉയരുന്നു എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. അതിൽ ഇടയിൽ ഒരു നേരിയ ഇടിവുണ്ടായെങ്കിൽ പോലും പിന്നീട് വില ഒരു കൂടുന്ന സാഹചര്യമാണ് കണ്ടത്. 85 രൂപ ഗ്രാമിന് കൂടുമ്പോൾ പവനത് വർദ്ധിച്ചത് 680 രൂപയായിട്ടാണ്. അപ്പോൾ ആ രീതിയിൽ വർദ്ധിക്കുന്നു. ഇതിന് പ്രധാനമായും പറയുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഡോളറിന്റെ വിനിമയ നിരക്കിലുണ്ടായ ഒരു വ്യത്യാസമാണ് ഈ രീതിയിൽ സ്വർണ്ണവില ഉയരുന്നതിന് കാരണമായി പറയുന്നത്. ശ്രീ അബ്ദുൽ നാസറും സൂചിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും സ്വർണ്ണ നിക്ഷേപത്തിലേക്കൊക്കെ കൂടുതൽ ആളുകളെല്ലാം തന്നെ വരുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെ അത് വിൽപ്പനയിൽ പ്രതിഫലിക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടാതെ മലയാളികളെ സംബന്ധിച്ച് സ്വർണം എന്ന് പറയുന്നത് ഏറ്റവും അടിസ്ഥാനമായി തന്നെയാണ് അവർ അതിനെ കാണുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ സ്വർണത്തിൻ്റെ വിലയിൽ വർധന ഉണ്ടായെങ്കിൽ പോലും അത് കച്ചവടത്തിൽ പ്രതിഫലിക്കില്ല എന്ന ഒരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും സ്വർണ്ണവില വീണ്ടും ഉയരുന്നൊരു സാഹചര്യമാണ്. 50,000 കടന്നിട്ടും സ്വർണ്ണവിലയിൽ കുതിപ്പ് തുടരുകയാണ് വൃന്ദ.